അല്ല കൂട്ടുകാരെ രാവിലെ കണ്ണും തിരുമ്മി എഴുന്നേറ്റത് കാലിലെന്തോ തടയും പോലെ തോന്നിയിട്ടാണ്. അങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ദേ ചുറ്റിനും പൂച്ചക്കുഞ്ഞുങ്ങൾ കിടക്കാണ്. ദേ പൂച്ചക്കുഞ്ഞ് കിടക്കണ മാതിരി എൻ്റെ അനിയനും അരികത്ത് വന്ന് കിടക്കണ്ടായിരുന്നേ. അങ്ങനെ ദേ ഞാനാണെങ്കിൽ നല്ല തണുപ്പായതുകൊണ്ട് അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നേ അതെല്ലാം ഒതുക്കി നമുക്ക് കുളിക്കാനായിട്ട് പോട്ടെ. അതിന് മുന്നേ ഒരു സൂത്രപ്പണിയുണ്ട്. അത് കുറച്ച് നാരങ്ങയുടെ നീര് വേണം കേട്ടോ അതിന്. അങ്ങനെ ദേ നല്ലോണം നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കിനി ആവശ്യമുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ പാലിൻ്റെ നിറമായിട്ട് ഇരിക്കണേന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ ഉങ്ങളിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഉറഞ്ഞിരിക്കണതാണ് കേട്ടോ. ഒരു വിധത്തിൽ പീച്ചി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയോട്ടിയിലോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ എന്ത് സാധനം മുടിയിൽ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ നല്ലൊരു മസാജ് 10-15 മിനിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത സാധനം കഴുകി കളയാവുള്ളൂ. അങ്ങനത്തേക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനത്തേക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നിവിടെ കാപ്പിക്ക് നല്ല ദോശയും അതുപോലെ കിഴങ്ങറിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് കിഴങ്ങറി എടുത്തില്ല കേട്ടോ. എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. എന്തിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ മീൻകറി കഴിക്കും കേട്ടോ. അങ്ങനെ ഞാനെങ്കിൽ വെളിയിലോട്ട് നോക്കിയിരിക്കണേന്നോ വെയിലും മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ആ കളിയൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. ഉണങ്ങിയ തുണിയെല്ലാം പിന്നെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മടക്കി വെച്ചു. പിന്നെ നമ്മളാണെങ്കിൽ ഞാൻ ഇട്ട തുണിയെല്ലാം അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു കള്ളയുറക്കം ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗൈസ്.